അയ്യപ്പ നിന്ദയ്ക്ക് കൂട്ടുനിന്ന സംസ്ഥാന സർക്കാർ. ശബരിമല അയ്യപ്പസ്വാമിയെ അധിക്ഷേപിച്ച ആക്ടിവിസ്റ്റ് സണ്ണി കബിക്കാടിനെതിരെ കേസെടുക്കാതെ സർക്കാർ സംരക്ഷിക്കുന്നു. വിവിധ വിഭാഗങ്ങളിൽ നിന്നായി പരാതി ലഭിച്ചിട്ടും നടപടിയെടുക്കാതെ തുടരുകയാണ് ആഭ്യന്തര വകുപ്പ്. സണ്ണി കബിക്കാടിന്റെ പരിധി കടന്ന വിമർശനം കോടിക്കണക്കിന് വിശ്വാസികളുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണ്. ശബരിമല കർമ്മസമിതി ഇക്കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ഒന്ന്, സണ്ണിക്കെതിരെ അടിയന്തരമായി കേസെടുക്കണം. രണ്ട്, സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇടപെടണം. ഈ വിഷയത്തിലെ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നിലപാടെന്തെന്ന് വ്യക്തമാക്കേണ്ട സമയമാണിത്. അതുതന്നെയാണ് ശബരിമല കർമ്മസമിതിയും ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് യാതൊരു ചലനവും ഉണ്ടായിട്ടില്ല. സണ്ണിയുടേത് സ്വാഭാവിക പരാമർശമായും ശബരിമല കർമ്മസമിതി കാണുന്നില്ല. പരാമർശങ്ങൾ ആസൂത്രിതമായ മതവികാരം വ്രണപ്പെടുത്തലിന്റെയോ സാമൂഹിക സംഘർഷം സൃഷ്ടിക്കുന്നതിന്റെയോ ഭാഗമാണോ എന്നും അന്വേഷിക്കണമെന്നാണ് ശബരിമല കർമ്മസമിതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തിനും ആത്മാഭിമാനത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിനും എല്ലാ നിയമപരമായ നടപടികളും സ്വീകരിക്കുമെന്നും ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SAR കുമാർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. DGPക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും BJPയും പരാതി നൽകി കഴിഞ്ഞു. ദളിത് ആക്ടിവിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സണ്ണി കബിക്കാട് മലയറയ വിഭാഗത്തിന്റെ കുലദൈവമായ അയ്യപ്പനെ ആക്ഷേപിച്ചതിലെ വൈരുദ്ധ്യമാണ് പരാതിക്കാരനായ BJP സംസ്ഥാന സെക്രട്ടറി P ശ്യാംരാജ് ചോദ്യം ചെയ്യുന്നത്. സണ്ണിയുടെ ഇരട്ട മുഖം വെളിപ്പെട്ടു കഴിഞ്ഞു. വിവിധ സംഘടനകളും ഇതോടൊപ്പം തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പരാതി നൽകി കഴിഞ്ഞു. പക്ഷേ കേസെടുക്കാൻ ഇതുവരെ ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വൈക്കത്ത് നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് സൂചനകളുണ്ടായിരുന്നു. UDF നേതാക്കൾ തനിക്ക് അത്തരം വാഗ്ദാനം നൽകിയെന്ന് സണ്ണി തന്നെയാണ് അന്ന് വെളിപ്പെടുത്തിയത്. സണ്ണിക്ക് കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് ഇതോടെ വ്യക്തമാവുകയാണ്. ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിലെ കോൺഗ്രസിന്റെ നിലപാടും വ്യക്തമാക്കേണ്ടതാണ്. ജനം, കൊച്ചി.